गुड मॉर्निंग स्टूडेंट्स। प्रीवियस क्लास वी स्टडीड नीलिमा की शादी के बारे में हम पढ़ रहे थे। मीनू मेरठ से नीलिमा की शादी में भाग लेने के लिए मीनापुर आते हैं और मीनू और नीलिमा शादी के बारे में गा रहे हैं और शादी का दिन आ गया है और मीनू बहुत अच्छी तरह से ड्रेस करने के बाद नीलिमा के घर आते हैं। जब नीलिमा को देखते हैं, मीनू को देखते हैं तब നീലിമ ഉൻസെ ചിപ്പട്ട്കർ രോനെ ലത്തെ ഹെ. അതുവരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അടുത്ത ഇതിലോട്ട് നോക്കാം. एक घंटे तक मीनू व नीलिमा अपनी बातों में खोई रही. वे दोनों अपने आप में बातें करने लगा. तभी नीलिमा की नज़र अपनी मेहंदी लगे हाथों पर पड़ी. आप सब जानते हैं മെഹന്തി लगाना, शादी के दिन മെഹന്തി മൈലാഞ്ചി ഇടുക എന്നൊരു ചടങ്ങ് ഇപ്പോൾ നമ്മുടെ അവിടെയും വളരെ ഫേമസ് ആയി നടന്നു വരുന്നുണ്ട്. അപ്പം മെഹന്തി लगाने हाथों को देखा. नीलिमा अपने हाथ में मेहंदी लगाया देखा. കയ്യിൽ മൈലാഞ്ചി അണിഞ്ഞത് നോക്കി. ഇത്തിനി ഗഹരി രചയിതിക്ക് ഉൻകി മെഹന്തി. വളരെ ഡാർക്കായിട്ടായിരുന്നു മെഹന്തി അണിഞ്ഞിരുന്നത് അല്ലേ. ചിലരുടെ ലൈറ്റായിട്ടായിരിക്കും, പക്ഷേ വളരെ ഡാർക്കായിട്ട് അണിഞ്ഞിട്ടുണ്ടായി. उसने अपने मेहंदी लगे हाथ मीनू को दिखाई. तो नीलिमा ने क्या किया, अपने मेहंदी लगाए हाथ को मीनू को, अपने सहेली मीनू को दिखाया. मीनू ने उसकी मेहंदी की प्रशंसा करते हुए कहा. मीनू को भी अच्छा लगा उनकी मेहंदी लगाना देखकर. उन्होंने उनकी प्रशंसा करते हुए कहा, नीलिमा तेरा पति तुझे बहुत प्यार करेगा. ഓരോ വിശ്വാസങ്ങളാണ് അല്ലേ. അപ്പം നമ്മുടെ നാട്ടിലുണ്ട് പല കാര്യങ്ങൾ നോക്കിയിട്ട് അത് കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ വരയുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ഭാഗ്യത്തിനെ സൂചിപ്പിക്കും എന്നൊക്കെ പറയുന്നത് പോലെ ഉത്തർ ഭാരത് മേ ഐസാ ഏക്ക് കഹാവത്ത് ഹൈ കി ജിസ്കി മെഹന്തി മേ ഗഹരി ഹെ. അപ്പം മെഹന്തി അണിയുമ്പോൾ ചിലരുടെ കയ്യിൽ നല്ല ഡാർക്കായിട്ട് കാണും, ചിലരുടെ കയ്യിൽ വളരെ ലൈറ്റായിട്ടേ കാണും. അപ്പോൾ ഡാർക്കായിട്ട് കാണുന്നെങ്കിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ തുമാരെ പതി തുമേ ബഹുത് പ്യാർ കരേക, നിൻ്റെ ഹസ്ബൻഡ് നിന്നെ വളരെയധികം സ്നേഹിക്കും. അപ്പോൾ മെഹന്തി को जितनी डार्कनेस होता है उतना वे कहते हैं कि उनके पति उनसे प्यार करेगा. इसलिए यहाँ मीनू इस प्रकार की एक बात कहती है. क्या कहती है, नीलिमा तेरा पति तुझे बहुत प्यार करेगा. നിൻ്റെ ഭർത്താവ് നിന്നെ വളരെ സ്നേഹിക്കും, കാരണം നിൻ്റെ കയ്യിലണിഞ്ഞിരിക്കുന്ന മെഹന്തിക്ക് ഭയങ്കര ഡാർക്ക്നെസ് ഉണ്ട്. ദേഖ് കിतनी ഗഹരി രചി ഹെ തേരി മെഹന്തി, എത്ര ഡാർക്കായിട്ടാണ് കാണുന്നത് എന്ന് ചോദിക്കണം. നീലിമാനെ മുസ്കുരാത്തെ ഹുए ഉത്തർ ദിയ, ഹാ മീനു ബാത് തോ സഹി ഹെ. നീ പറഞ്ഞതെല്ലാം ശരിയാണ്. ഇതിനെ കേക്കർ ദോനോ കിൽക്കിലാക്കർ ഹസ്പടി. കിൽക്കിലാക്കർ ഹസ്പടന എന്ന് പറഞ്ഞാൽ ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നതിനെയാണ്. മലയാളത്തിൽ നമ്മൾ പൊട്ടിച്ചിരിക്കുക എന്ന് പറയും. ചിരിക്കുക, പൊട്ടിച്ചിരിക്കുക, രണ്ടും രണ്ട് വ്യത്യാസമുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി ചിരിക്കുന്ന ഹിൽ ഹിലാക്കർ ഹസ്നെ ലഗി. इतना कहकर तभी अचानक मीनू की ख्याल आया कि नीलिमा को देने वाले उपहार कर ही छोड़ाई है. तब मीनू ने एक बात भूल गया, ഒരു കാര്യം മറന്നുപോയി. ने बाजार से उनके लिए एक दीवार घड़ी खरीदा था. उपहार के रूप में, उपहार में സമ്മാനമായിട്ട് ഒരു വാൾ ക്ലോക്ക് വാങ്ങിച്ചു വെച്ചിരുന്നു. പക്ഷേ ഉन्होंने उसे नहीं लाया था. അത് എടുത്തുകൊണ്ട് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മീനു എന്ത് ചെയ്തു, പെട്ടെന്ന് ഉनको ख्याल आया मीन्स उनको बोध हुआ, അല്ലെങ്കിൽ ഉनको സോച്ച്മയമായ, അവൾക്ക് മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി. എന്താണ് ചിന്തിച്ചത്, ख्याल आया कि नीलिमा को देने वाला उपहार कर ही छोड़ाई है. घर में छोड़कर उन्होंने उपहार नहीं लेकर आया है. यह ध्यान आते ही मीनू झटपट खड़ी हो गई. जब उनको एक याद आया तो उन्होंने झटपट खड़ी हो गई और नीलिमा से कहकर कि मैं माँ भी आ रही हूँ, बाहर चली गई. और उन्होंने नीलिमा से कहा, नीलिमा वेट करो, मैं अभी आया हूँ, मैं एक चीज़ लेने के लिए भूल गया है. जब मीनू ने कुछ क्षण बाद नीलिमा के कमरे में प्रवेश किया तो उसके हाथ में उपहार था और उन्होंने दौड़ के अपने घर में गया और उस उपहार को लेकर लौट आया. जब उन्होंने लौटा, तिरिगे वന്നപ്പോൾ मीनू के हाथ में क्या दी, उपहार दी. उपहार मीन्स गिफ्ट. उसने नीलिमा के हाथ में उपहार संभालते हुए उसे अपनी शुभकामनाएं दी. शुभकामനായി ബ്ലെസ്സിങ്, അല്ലെങ്കിൽ എന്താണ് നമ്മളിങ്ങനെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമല്ലോ, ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയില്ലേ, അതേപോലെ സമ്മാനം കൊടുത്ത് അവൾ വിഷ് ചെയ്തു. नीलिमा ने झटपट उसे बंद पैकेट को खोलकर देखा. उन्होंने क्या देखा, मीनू ने जो उपहार उनको दिया, मीनू के सामने ही उन्होंने खोलकर देखा. उसमें बहुत सुंदर दीवार खड़ी थी. उसमें क्या दी, दीवार खड़ी थी. दीवार खड़ी मीन्स वॉल क्लॉक.
उसे देखकर नीलिमा उसकी प्रशंसा किए बिना न रह सकी। जब उन्होंने देखा तो नीलिमा ने उनकी बहुत प्रशंसा की। तभी मीनू ने मजाक के स्वर में कहा, नीलू तू जानती तो मैंने कड़ी क्यों दी? तब मीनू ने नीलिमा की हंसी उड़ाते हुए, हंसी उड़ाने അവളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, മീനെ ക്യോം ഏ കടി ദി ഖരീദാദാ, നിനക്കറിയാമോ ഞാൻ എന്തുകൊണ്ടാണ് ഈ ബോൾ കൊളക്കോ എന്നെ വാങ്ങിച്ചത്? ഏ കടി इसलिए दी कि तू सुबह शाम से उठ सके। तुम सुबह शाम से उठकर तुम्हारे പതിക്കെ കർമ്മി സബ് കാം കർമ്മ, രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാ ജോലിയും ചെയ്യാനാണ് ഞാനിത് വാങ്ങി തന്നത്. സുൻകർ നീലു ഹസ്പടി, ഇത് കേട്ടിട്ട് നീലും ചിരിച്ചു. उन दोनों की हंसी सभी वाधार में गूंज गई। नीलिमा की मम्मी ने आकर बताया कि झटक से पहले ही नीलिमा को कुछ रस्में पूरी करनी है, इसलिए वो बाहर आ जाए। तब दोनों इस प्रकार बातें कर रही थी कि तब नीलिमा की माँ उस कमरे में प्रवेश किया और उससे कहा कि उसे कुछ രസ്മേം പൂർത്തി करनी है. ചില ചടങ്ങുകളുണ്ട് അല്ലേ, നമ്മുടെയും കല്യാണങ്ങൾക്ക് രാവിലെ തന്നെ ചടങ്ങുകൾ. പെൺകുട്ടി അമ്പലത്തിൽ പോകണം, ഇല്ലെങ്കിൽ എന്താണോ പള്ളിയിലെ കാര്യം എനിക്കറിയില്ല. നമ്മുടെ ഹിന്ദു ആചാരം അനുസരിച്ച് അമ്പലങ്ങളിൽ പോകണം, മുതിർന്നവരെ തൊഴണം, ഇങ്ങനെയുള്ള കുറേ രസ്മയും കുറേ ആചാരങ്ങളുണ്ട്. അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഇസ്ലേ ബാഹറായി, അതുകൊണ്ട് പുറത്തോട്ട് വരണം എന്ന് മെസ്സേജ് കൊടുത്തിട്ട് नीलिमा की माँ बाहर चली गई. नीलिमा उठ खड़ी हुई और मीनू को हाथ पकड़कर उसे भी बाहर ले आई. नीलिमा उठ खड़ी हुई और मीनू को अपने साथ लेकर बाहर आई. इतने में एक बच्चा बाहर से दौड़ता हुआ आवा. उसने सूचना दी कि बारात आ गई है. അപ്പോഴേക്കും ഒരു കുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, ബാരാത്ത് ആകെ. ബാരാത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, എന്താണ്, बारिके संग आने को बारात कहते हैं. बारात हमारे यहाँ भी बारात एक छोटी सी രീതി में आते हैं, लेकिन उत्तर भारत में ऐसी नहीं. बारात तो एक प्रोसेशन ആയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ബാരാത്ത് ആകെ ഹെ ऐसी सूचना मीन्स മെസ്സേജ് കൊടുത്തു. बारात आने की सूचना मिलते ही नीलिमा के हृदय की धड़कन और अधिक तीव्र हो गया और बारिके संग आ गया. ऐसा एक मैसेज सुनकर नीलिमा के मन में धड़कन तेज हो गया. हार्ट बीट കൂടി. ഇനി വിവാഹം അവിടെ നടക്കും എന്നുള്ളൊരു ടെൻഷൻ അവൾക്കുണ്ടായി, तीव्र हो गई. उस समय उसे दुख व सुख की अनुभूति हुई. एक समय ही उसे सुख और दुख की अनुभूति हुई. പേടിയുമുണ്ട്, അല്ലെങ്കിൽ ഭയമുണ്ട്, സങ്കടവുമുണ്ട്, സന്തോഷമുണ്ട്, രണ്ടും കൂടി നീലിമ अनुभूति करने लगा. उसे जीवन साथी से मिलने की कल्पना मात्र ही उसे रोम पुളകിत हो उठा. अपने जीवन साथी आ गया है, തൻ്റെ പാർട്ട്ണർ വന്നു എന്നുള്ള കേട്ടപ്പോൾ അവരുടെ रोम पुളകിत हो गया. അവൾക്ക് ഭയങ്കര ഹാപ്പി. ഷീ बिकेम सो हैप्पी. सुख की इस कड़ी में उसे दुख की इस बात कह के अब घर छोड़कर उसके लिए पराया हो जाएगा. और दुख की बात है कि इस दिन से अपना घर उनके लिए पराया बन जाएगा. पराया मीन्स വേറെ ആരുടെ ആയിപ്പോവും, സ്വന്തം വീട് മറ്റൊരാളുടെ ആയിപ്പോവും അല്ലേ. ഉത്തർ ഭാരത് ആണെങ്കിൽ നമ്മളുടെ വടക്കോട്ടൊക്കെ അങ്ങനെയാണ്. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ लड़की लड़के के घर में ही रहते हैं, लेकिन त्रिवेंद्रम में ऐसा नहीं है. शादी के बाद ही लड़की को अपने घर में रह सकते हैं. लेकिन हमारे यहाँ भी അങ്ങോട്ടൊക്കെ വടക്കോട്ടൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ടൊക്കെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടി പയ്യൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം. നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര കമ്പൽസറിയാണത്. അപ്പോൾ यहाँ भी उसे उस कड़ी में उसे दुख इस बात का था कि अब उनका घर पराया बन जाएगा. സ്വന്തം വീട് വേറെ ആരുടെ വീടായിപ്പോൾ. പരായ അപ്പിനയുടെ ഓപ്പോസിറ്റാണ് പരായ. സ്വന്തം अन्यद अपना घर पराया बन जाएगा. इस कल्पना मात्र ही नीलिमा का चेहरा उदास हो गया. जब उन्होंने यह सोचा तो उनका चेहरा मीन्स मुख, फेस, അവളുടെ മുഖം उदास हो गया. नीलिमा की मम्मी उसकी चेहरे की उदास देखकर उसके दिल की बात समझ गई. जब मम्मी को यह पता चला कि नीलिमा बहुत उदास बन गए हैं, अपना घर छोड़कर जाने की बात सोचते ही नीलिमा बहुत उदास बन गए हैं. उसकी उदासी देखकर वे भी उदास हो गए. मम्मी भी जब नीलिमा की उदास देखकर वो भी बहुत उदास बन गया. उनके आगे बोचल हो गया. बोचल होना सज्जल हो गया. കണ്ണ് നിറഞ്ഞു. ബോച്ചിലിൻ്റെ വേറൊരു വേർഡാണ് സജ്ജൽ, വെള്ളം കൊണ്ട് നിറയുക. സജ്ജൽ ബൻ ഗയ. और आंसू टपक पड़ी. आंसू मीन्स टीയേഴ്സ്. മീനിങ് അറിഞ്ഞൂടാത്തവർ എഴുതി വെച്ചേക്കണം. ആസു മീൻസ് टीയേഴ്സ്. കണ്ണ് നിറഞ്ഞിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി മമ്മിയുടെ.
परंतु वो रोने के समय नहीं था, लेकिन अब शादी का समय था, इसलिए रोने के लिए उनके अवसर नहीं था, കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്ന സമയമല്ലായിരുന്നു. अपने ऊपर नियंत्रण किया और नीलिमा को आगे की रसों के लिए तैयार किया और मम्मी ने अपने को कंट्रोल किया और नीलिमा को रसें पूर्ति करने के लिए आगे बढ़ाया. സാരി രസ്യം പൂരി ഹോനയ്ക്ക് ബാദ് ഷാം ഹോ ചുക്കി थी. അപ്പോൾ വിവാഹത്തിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ, വിവാഹത്തിൻ്റെ ചടങ്ങുകളല്ല, ചടങ്ങുകൾ അത് കുറേ കല്യാണത്തിന് മുമ്പേ കുറേ ചടങ്ങുകൾ, അതെല്ലാം കഴിഞ്ഞപ്പോൾ ഈവനിങ് ആയി. ബാരാത്ത് ഘർ തക് ആനേമേ 2 ഘണ്ടെ രഖേ. ബാരാത്ത് വീട്ടിൽ വരാനായിട്ട് എന്നിട്ട് 2 മണിക്കൂറായി. മീനുവിനെ നീലിമാസെ ഘർ ജാനെ കാ ഇജാസത്ത് ലേ. മീനു വീട്ടിൽ പോകാൻ പെർമിഷൻ ചോദിച്ചു. ഇജാസത്ത് ലേന പെർമിഷൻ എന്ന് വെച്ചാൽ പിന്നീടാണ് വിവാഹം. അപ്പോൾ വിവാഹത്തിന് മുമ്പേ ഡ്രസ്സെല്ലാം മാറാനായിട്ട് ഇജാസത്ത് പെർമിഷൻ ചോദിച്ചു. ഉസേ ബി കർമ്മേ തയ്യാർ ഹോനിക്കർ ആനാഥ. വീട്ടിൽ പോയി ഡ്രസ്സെല്ലാം മാറേണ്ട ആവശ്യം മീനുവിനുണ്ടായിരുന്നു. നീലിമാ ബി തയ്യാർ होने के लिए अपने ऊपर वाले कमरे में चली गई. അപ്പോൾ शादी के लिए नीलिमा भी तैयार होने के लिए ऊपर कमरे में चली गई. मीनू ने घर आकर शीघ्र ही शीघ्र अपने कपड़े बदले, ड्रेसेല്ലാം മാറി. उसने गुलाबी रंग की सुनहरी गाड़ी पहनी और उन्होंने गुलाबी रंग रोज़ कलरला साड़ी एല്ലാം ധരിച്ചു. चेहरे का हल्का सा मेकअप करने के बाद, മുഖത്തല്ല हल्का हल्का मीन्स लाइट ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ ഇട്ടു. एक छोटी सी बिंदी अपने माथे में लगाई और अपने फोरहेड, माथे मीन्स फोरहेड में एक बिंदी लगाया, ഒരു പൊട്ടൊക്കെ തൊട്ടു. अपने केश खोलकर उसने एक जुड़ा बनाया जिसके उसके चेहरे की सुंदरता 4 चांद लगा दिया और उन्होंने अपने केश को एक प्रत्येक विशेषता तरह से जड़ाया. ഒരു പ്രത്യേക തരത്തിൽ മുടിയെല്ലാം കെട്ടി. അങ്ങനെ കെട്ടിക്കഴിഞ്ഞപ്പോൾ उसकी चेहरा को उस तरह का बाल का जड़ाया 4 चांद लगाना. 4 चांद लगाना മീൻസ് ഒരു പ്രയോഗമാണ്, ഒരു മുഹാവരയാണ്. 4 चांद लगाना എന്ന് പറഞ്ഞാൽ और भी आकृष्ट बनना, കൂടുതൽ സുന്ദരമായി. അപ്പം മീനുവിനെ अपने केश को सजाकर अपनी सुंदरता को 4 चांद बनाया. 4 चांद, अंडरलाइन दैट वर्ड. 4 चांद बनाना मीन्स और भी बढ़ाना. അപ്പം നമുക്ക് ആ വാക്യത്തിൽ പ്രയോഗിക്കാനായിട്ട് ചോദിക്കാം 4 चांद बनाना. അപ്പം എന്തെഴുതാം? നമുക്ക് വേറൊരു സെൻറ്റൻസ് നമുക്ക് എന്തെഴുതാം? എന്താ നമുക്ക് എക്സാമ്പിൾ 4 चांद लगाना ഉസ്കി खूबसूरत. എക്സാമ്പിളായിട്ട് ഇപ്പം ഒരു കുട്ടിയുടെ പേര് എന്താണ്, ദാമുനെ अच्छी तरह भाषण दिया और उनकी पढ़ने की रीति അല്ലെങ്കിൽ भाषण देने की रीति को उनकी सुंदरता को 4 चांद बढ़ा दिया. ഒന്നുകൂടെ സുന്ദരമാക്കി എന്ന് 4 चांद लगा दिया. गुलाबी रंग की साड़ी में सजी संवरी मीनू बहुत सुंदर लगी थी. गुलाब साड़िയിൽ ഉടുത്ത മീനിനെ കാണാൻ ഭയങ്കര സുന്ദരമായിട്ട് തോന്നി. ദർപ്പൺ में उसने अपने सलोने चेहरे को निहारा. തൻ്റെ സൗന്ദര്യമുള്ള മുഖം മീനു ഒന്ന് നോക്കി. और फिर भी माँ के पास आकर बोली. എന്നിട്ട് അമ്മയുടെ അടുക്കൽ വന്നിച്ചു, മാമ देखो गुलाबी रंग की साड़ी ठीक लग रही ना. കൊള്ളാമോ? അമ്മയോട് വന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് ഈ സാരി എന്ന് ചോദിച്ചു. മാമിനെ ഉസി ഊപ്പർ സെ നീച്ചെ തക് ദേഖ്തേ ഹുए कहा. മീനുവിൻ്റെ മേലെ മുതൽ താഴെ വരെ ഇങ്ങനെ നോക്കിയിട്ട് അമ്മ പറഞ്ഞു, हाँ बेटी बहुत सुंदर लगे तुम इस साड़ी में. യു ആർ വെരി ബ്യൂട്ടിഫുൾ ഇൻ ദിസ് സാരി. ഈ സാരിയിൽ നീ വളരെ സുന്ദരിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. സുന്ദർ ശബ്ദ സെൻകർ ഉൻകി ഹൃദയ പ്രസന്നതാസെ ചൂമുട. നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ അവൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവർ ഗുൻഗുനാത്തി പോയി നീലിമാക്കെ കറക്കി ഉറച്ചൽ ദിയ. ഗുൻഗുനാന മീൻസ് മൂളിപ്പാട്ട് പാടുക. പാട്ടെല്ലാം പാടി അവൾ നീലിമയുടെ വീട്ടിലോട്ട് പോയി. ऊपर के कमरे में नीलिमा को सजाया जा रहा था. മേളത്തെ റൂമാണ് നീലിമയുടെ. അവളെ അവിടെ അണിയിച്ചൊരുക്കുകയായിരുന്നു. മീനു ബി ऊपर की कमरा में नीलिमा के पास पहुंच गई. मीनू भी नीलिमा के पास पहुंच गई. रूप रंग में सुंदर दिखने वाले नीलिमा का आज लाल रंग की साड़ी में रूप और अधिक निखर रखा था. അപ്പോൾ नीलिमा ने एक लाल रंग की साड़ी पहना था. ഒരു ചുമന്ന സാരി എടുത്ത. उस साड़ी में नीलिमा की सुंदरता और बढ़ रही थी. ആ ചുമന്ന സാരിയെ കൊടുത്തപ്പോൾ നീലിമയുടെ സൗന്ദര്യം കുറച്ചും കൂടി ഭംഗിയുള്ളതായി തോന്നി. ഫൂലോമേം ഗുസരെ ഗസരെ ആദി പഹൻകർ ഉസെ സജായ ജാ രഹാ था. അപ്പോൾ മുടി നിറയെ പൂവെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. നീലിമാക്കി और सभी सहेलियाँ भी वहाँ पास बैठी थी. जब मीनू ने उस कमरे में पहुँचा और बहुत अनेक सहेलियाँ भी, नीलिमा की और सहेलियाँ भी उस कमरे में थी. शहर की जितनी भी औरत आती उसे सभी का पखला यही प्रशंसा की. ऊपर जाकर नीलिमा से मिले. उन सभी का पखला यही प्रयास करता रहता था. അപ്പോൾ വരുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ ഗസ്റ്റുകളെല്ലാം തന്നെ മുകളിലത്തെ റൂമിൽ വന്ന് നീലിമയെ കാണുന്നുണ്ടായിരുന്നു. छोटे छोटे बच्चे
धक्का देते हुए आगे निकलने की कोशिश करते थे. അപ്പോൾ കൊച്ചു കുട്ടികൾ കല്യാണങ്ങൾക്ക് കണ്ടിട്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, ധക്കാന ടു പുഷ് അല്ലെങ്കിൽ പുൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി കുട്ടികൾ നടക്കുന്നുണ്ടായിരുന്നു. छोटे छोटे बच्चे धक्का देते हुए उसके निकलने की कोशिश करते, परंतु उसकी सांत्वना देते नीचे भगा दिया जाता कि नीलिमा दीदी अभी नीचे ही आ रही है. और बच्चे भी जब बुजुर्ग ऊपर कमरे में आते थे, बच्चे भी उनके साथ धक्का धगाता लेकर नीलिमा को देखने आता था. അപ്പോൾ വലിയവർ എല്ലാവരും ഇങ്ങനെ കാണാനായിട്ട് മേളിൽ വന്നുകൊണ്ടിരുന്നു. കൊച്ചു കുട്ടികൾ അവരെ പുഷ് ചെയ്തുകൊണ്ട് അവരും നീലിമയെ കാണാൻ വന്നു. തബുനുവിനെ ബുജുർഗിനെ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർ എന്ത് പറഞ്ഞു, നീലിമ ദീദി നീച്ചെ ആയക തബുനുവെ ദേഖന, താഴോട്ട് വരും അപ്പോൾ കാണാം എന്ന് പറഞ്ഞു. नीलिमा का पूर्ण रूप तैयार होने के बाद उसका रूप ऐसा निखर आया कि मानो कोई अप्सरा पृथ्वी पर उतर आई हो. जब नीलू ने अपना सजावट सब पूर्ति कर दिया तो തൻ്റെ എല്ലാ മേക്കപ്പും എല്ലാം കഴിഞ്ഞപ്പോൾ നീലിമ ഐസി ദിഗ്രഹാത അങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ധർത്തി പർ ഏക അപ്സര ആകേക, ഒരു അപ്സരസ് വന്നതുപോലെയായിരുന്നു നീലിമ, അത്ര സുന്ദരിയായിട്ട് കാണപ്പെട്ടു. ഹർ കോയി ഉൻകി രൂപരംഗയ്ക്ക് പ്രശംസാക്കർത്ത, എല്ലാവരും അവളെ പ്രശംസിക്കുന്നുണ്ടായിരുന്നു. ബാരാത് ബി കർക്കെ പാസ് ആകേതി, ബാരാത്തും അപ്പോഴത്തേക്ക് വന്നു. ബാൻഡ് കി മധുർ ആവാസ് ദി കി സ്പഷ്ട സുനായി ദേരിഹിരി, ബാൻഡ് മേളത്തോടു കൂടിയാണ് അവർ വന്നത്. ജോം ജോം ബാൻഡ് കി ആവാസ് അവർ പാസ് ആത്തി ഗി, ബാൻഡ് മേളം അടുത്തടുത്ത് വരുന്നത്. അപ്പോൾ വീട്ടിൽ കയറിയിട്ടില്ല, അവർ കുറച്ച് അപ്പുറത്തെ വേറൊരു സ്ഥലത്ത് നിൽക്കുവാണ്. 2 മണിക്കൂറായിട്ട് അവർ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. വിവാഹത്തിന് ശേഷം അല്ലെങ്കിൽ വിവാഹം സമയത്തെ അവർ വീട്ടിൽ ആ പ്രത്യേക മണ്ഡപത്തിലോട്ട് കയറുകയുള്ളൂ. തേജ് ഹോത്തി ഗേ ത്യോ മീനു കെ ഹൃദയക്ക് ധടക്കൻ ബി തീവ്ര ഹോത്തേതി, അപ്പോഴേക്കും മീനുവിൻ്റെ ഹൃദയവും ഭയങ്കരമായിട്ട് അതിൻ്റെ ബാൻഡ് മേളത്തിനോടൊപ്പം തന്നെ അവളുടെ ഹൃദയവും കൂടുതൽ ബീറ്റ് ചെയ്യാൻ തുടങ്ങി. ബാരാത്ത് കർക്കെ ദർവാസെ पर ആ പഹുഞ്ചി, എല്ലാവരും ബാരാത്ത് വീട്ടിൻ്റെ അടുക്കലെത്തി. സബി സ്ത്രീയാം വെച്ച് ദർവാസയ്ക്ക് വന്നത്. അപ്പോഴത്തേക്ക് ബാരാത്ത് വന്നപ്പോൾ എല്ലാവരും മീനുവിനെ കളഞ്ഞിട്ട് ബാരാത്ത് കാണാനോടി. സബിക്ക് ഹൃദയമേക്ക് ഉമങ് ദി, എല്ലാവരുടെ മനസ്സിലൊരു സന്തോഷമുണ്ടായിരുന്നു. ഏക്ക് ഉത്സാഹത, ഒരു ഉത്സാഹമുണ്ടായിരുന്നു, ഒരു എന്തൂസിയാസ്യം ഉണ്ടായിരുന്നു. സബി ദുൽഹയ്ക്കോ ദേഖിനേക്കിലെ ബേച്ചൻ, എല്ലാവരും ദുൽഹനെ കാണാനായിട്ട്. ദുൽഹിനാണ് ദുൽഹിൻ. ദുൽഹ എന്താണ്? നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞ ദിൽവാല ദുൽഹനിയ ലേ ജായക ഒക്കെ നിങ്ങൾ കാണാറില്ലേ. അപ്പം ദുൽഹ എന്ന് പറഞ്ഞാൽ വരനാണ്, ദുൽഹിൻ വധു. അപ്പോൾ ദുൽഹാക്കോ ദേഖിനേക്കിലെ, ഞാൻ പറഞ്ഞുതരാതെ ഹിന്ദി ഫിലിം കാണുന്ന നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, ദുൽഹയും ദുൽഹിനെയും ഒക്കെ അറിയാം. ദേഖിനേക്കിലെ ബേച്ചൻ, ബേച്ചൻ മീൻസ് റെസ്ലെസ്. जैसे दुल्हा घोड़े से उतर कर नीचे आया. അപ്പോൾ दुल्हा किस प्रकार आया है? घोड़े पर चढ़कर आया है. घोड़ा मीൻസ് കുതിരപ്പുറത്താണ് വന്നത്. സബ് ഉസ്കി ഓർ ദേഖനെ ലഗെ, അപ്പോൾ എല്ലാവരും ദുൽഹ ഇങ്ങനെ നോക്കണം. രംഗരൂപമേ നീലിമാസെ കമ്നത, അപ്പോൾ രംഗരൂപയെ കാണാനായിട്ട് നീലിമയെ പോലെ സുന്ദരനായിരുന്നു നമ്മുടെ ദുൽഹ. ഞാൻ അവിടെ നിർത്തുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത കൂടെ തീരുമ്പോൾ നൗ തീരും. പിന്നെ ഞാൻ നോട്ട് അയക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും വിളിച്ച് ചോദിക്കണം. എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. പോർഷൻസ് നമ്മളുടെ ചാപ്റ്റേഴ്സ്, ഞാൻ പോർഷൻസ് പറഞ്ഞില്ല അല്ലേ, ചാപ്റ്റേഴ്സ് ഞാൻ അയച്ചേക്കാം. നോക്കിയിട്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് നോക്കിയിട്ടേക്കാം. എന്തായാലും 9 വരെ ഉണ്ട്. 9 വരെ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഏത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാ 18 മാർക്സിനാണ് അല്ല 14 മാർക്സിനാണോ നിങ്ങളുടെ എക്സാം നടത്തുന്നതെന്നുള്ള ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ഞാനൊന്നുകൂടെ അന്വേഷിച്ചിട്ട് ഞാൻ പറയാം. അതിനുശേഷം നിങ്ങളുടെ പോർഷൻസ് ഞാൻ അയച്ചു തരാം, നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് അയച്ചു തരാം. ഓക്കെ, നമ്മളൊരു ഹിന്ദി ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിലോട്ട് അയക്കാൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ആരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. വ്യൂസ് ആരും കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാണണം, കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏതുവരെയാണ്. ഞാൻ എല്ലാം ഇതുവരെയാണ് പറയുന്നത്, അതുകൊണ്ട് കാണാതിരിക്കരുത്. ഓക്കെ, അപ്പോൾ വി വിൽ മീറ്റ് നെക്സ്റ്റ് ക്ലാസ്. ബൈ.